ഇന്നത്തെ പ്രവർത്തക സമിതി 4 മണിക്കൂറോളം വിശദമായ ചർച്ചകൾ നടത്തുകയുണ്ടായി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെജിയും രാഹുൽ ഗാന്ധിയും വിശദമായിട്ട് കാര്യങ്ങൾ അപഗ്രഥിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട 4-5 പ്രശ്നങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത്. ഒന്ന്, പേപ്പർ ലീക്ക്. പരീക്ഷാ സമ്പ്രദായത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ ക്രമക്കേടുകൾക്ക് അറുതി വരാതെ അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് ഇപ്പോഴും അക്കാര്യത്തിൽ നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കുകയാണ്. വിദ്യാർത്ഥികൾ പരിഭ്രാന്തരാണ്, രാജ്യമെങ്ങുമുള്ള വിദ്യാർത്ഥികൾ പരിഭ്രാന്തരാണ്. അതിനെതിരായിട്ട് ഛാത്രോം കി ഗൂഞ്ച് പ്രോഗ്രാം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ്. ഇപ്പം 3 സിറ്റിയിൽ കഴിഞ്ഞു, 4ാമത്തെ സിറ്റി പൂനെയിൽ 22 നടക്കുകയാണ്. അത് വരും ദിവസങ്ങളിൽ ആവർത്തിക്കും. ഞങ്ങൾ ഏകദേശം 800ഓളം നഗരങ്ങളിലേക്ക്, ചെറുതും വലുതുമായിട്ടുള്ള നഗരങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുകയാണ്. അതിൽ കുറേ നഗരങ്ങളിൽ, പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധി തന്നെ പങ്കെടുക്കും. ഇതാണ് ഒരു കാര്യം. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിത് വെറുതെ പറയുകയല്ല, ഞങ്ങൾക്ക് ചില ഐഡിയ വേണമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോട് ഞങ്ങൾ ഇന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. പരീക്ഷാ സമ്പ്രദായത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി, എല്ലാ പരീക്ഷയും ഇപ്പോൾ ചിലയിടത്ത് PSC പരീക്ഷാ ക്രമക്കേടുകളാണ്. പരീക്ഷാ സമ്പ്രദായത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാര നടപടികൾ ഉണ്ടാക്കാൻ വിദ്യാഭ്യാസ വിദഗ്ധരുമായിട്ടും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും ഡിസ്കസ് നടത്തിയിട്ട് 1 മാസത്തിനകം ഒരു പദ്ധതി തയ്യാറാക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചന്ദ ചോരി അത് താല്പര്യമില്ല. ഭഗവാന്റെ കാര്യമല്ലേ, ശ്രീരാമൻ്റെ കാര്യമല്ലേ. അപ്പോൾ അത് രാജ്യവ്യാപകമായിട്ട് കൊള്ള നടത്തുകയാണ്. അത് കൊള്ള എന്ന് പറഞ്ഞാൽ അമ്പലം കൊള്ള മാത്രമല്ല, ഓരോ വീട്ടിലെയും കൊള്ളയാണ്. അതെ, നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഓരോ വീട്ടിൽ നിന്നും പൈസ കൊടുത്തിട്ടുണ്ട്, ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്. ആ പൈസയാണ് ഇപ്പം മോഷ്ടിച്ചുകൊണ്ടുപോയിരിക്കുന്നത്. അതിന് എന്നിട്ട് SIT ഇന്ന് അവരെല്ലാം കുറ്റവിമുക്തരാക്കിയാണ്, പ്രധാനപ്പെട്ട പ്രതികളെല്ലാം, നേതാക്കന്മാരെ. ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് SIT അവരെ കുറ്റവിമുക്തരാക്കും, യഥാർത്ഥ പ്രതികളെ വിടും. ഇത് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. രാജ്യവ്യാപകമായിട്ട് അതിനെതിരെ ഞങ്ങളുടെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സമരം നടത്തും, പ്രക്ഷോഭം നടത്തും, ചർച്ചകൾ നടത്തും, സെമിനാറുകൾ നടത്തും. ഇതുമായി ബന്ധപ്പെട്ട് ചന്ദ ചോരി ഒരു ജനകീയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരും. അല്ല, ശബരിമല പോലെ തന്നെ ഞാൻ പറഞ്ഞത്. വന്ദേ മാതരത്തിൽ ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി റെസൊല്യൂഷനുണ്ട്. ആ റെസൊല്യൂഷൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, പിന്നെ മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, രവീന്ദ്രനാഥ ടാഗോർ, അതുപോലെ തന്നെ പിന്നെ അബ്ദുൽ കലാം ആസാദ്, ഇവരെല്ലാം പങ്കെടുത്ത മീറ്റിങ്ങിലാണ്, പ്രഗത്ഭരായ നേതാക്കന്മാർ പങ്കെടുത്ത മീറ്റിങ്ങിലാണ് തീരുമാനമുണ്ടായത്. ഞങ്ങൾ അതനുസരിച്ച് ആദ്യത്തെ 2 സ്റ്റാൻസേ ഞങ്ങൾ ചൊല്ലൂ. അല്ല അപ്പോൾ അത്തരം ഒരു പോസ്റ്റ്മോർട്ടം ഞങ്ങൾ ഇന്ന് പോയിട്ടില്ല. അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിട്ട് കണക്കിലെടുത്താൽ മതി. ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. ആദ്യത്തെ 2 സ്റ്റാൻസ് മാത്രമേ ചൊല്ലൂ. അതൊക്കെ ഒരു നടത്തിപ്പിലുണ്ടായ ചില പാകപ്പിഴകളാണ്, ചെറിയ പാകപ്പിഴകളാണ്. അത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. കേരളം ഒഴികെയുള്ള മറ്റ് അല്ല, അതൊക്കെ അതൊക്കെ കൃത്യമായ മെസ്സേജ് പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ അത്രേ ഉള്ളൂ. നമസ്കാരം.